الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات اتقوا الله وعباد الله قال الله تعالى في القرآن الكريم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا قولوا قولا سديدا يصلح لكم أعمالكم السلام عليكم ورحمة الله സലാം എല്ലാവരും അടക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം എപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലും അത് മടക്കണം എന്നാണ്. ഏറ്റവും അതിനേക്കാൾ നല്ല രീതിയിൽ അഫ്ളലായിട്ട് മടക്കുക എന്നുള്ളതാണ് അതിന്റെ സലാമിനോടുള്ള അദബ്. പേജ് നമ്പർ 19 വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 19-ാമത്തെ പേജാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഇത് മുഴുവൻ ഓതിയിട്ട് അറിഞ്ഞ് വേർഡ് ബൈ വേർഡ് പറയാത്തത്. നമ്മളിതിന്റെ ഒരു ആശയം പറഞ്ഞു പോവുകയുണ്ടാവുള്ളൂ. ഒരു ബ്രീഫായിട്ട് ആ ഒരു പേജ് പറഞ്ഞു പോവാ ചെയ്യും. വലൻ തർള അൻകൽ യഹൂദ് വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. ഈ ക്രിസ്ത്യാനികൾ ഉണ്ടല്ലോ, ജൂതന്മാര് ക്രിസ്ത്യാനികള്, അവരൊരിക്കലും തന്നെ അംഗീകരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, അവരൊരിക്കലും നബി അംഗീകരിക്കില്ല. അതിന്റെ കാരണം ഇന്നലെ പറഞ്ഞു അല്ലെ. അവരെല്ലാരും പ്രതീക്ഷിച്ചത് ഇസ്രായേൽ വംശത്തിൽ നിന്നും അല്ലെ യൂറോപ്പിന്റെ ഏരിയ അല്ലെ അവരുടെ ഒരു എന്താണ് ബാബിലോണിയ അല്ലെങ്കിൽ അവരുടെ പ്രവാചകന്മാര് ഒരുപാട് വന്ന അവരുടെ നാടുകളിൽ നിന്നും അവരുടെ ഭാഷയിലും അറബ് ഭാഷയിലും ഒരിക്കലും അവർ പ്രതീക്ഷയില്ല. ഇന്നലെയൊക്കെ ആരോ പറഞ്ഞ് ക്വിസിൽ ഇന്നലെ മെനയാന്നൊക്കെ പറഞ്ഞ സ്വർഗത്തിലെ ഭാഷ അറബി ആയിരിക്കും. അങ്ങനെയൊന്നുമില്ല. അറബ് ഭാഷ എന്നുള്ള ഒരു ഭാഷ എന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദം നബി മുതലുള്ള കാലഘട്ടത്തിൽ നൂഹ് നബി സകല പ്രവാചകന്മാരും സ്വർഗത്തിലെത്തി ആദ്യം അറബി ട്യൂഷൻ എടുക്കാൻ വേണ്ടി വരൂലേ, അറബി പഠിക്കേണ്ടി വരില്ല. ഇവരൊക്കെ ലോകത്തിന്റെ ഇതുവരെ ജീവിച്ച കാലങ്ങളില് എല്ലാ കാലഘട്ടത്തിലും അറബ് ഭാഷയിലല്ലല്ലോ പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. അറബി അല്ലാത്ത ഒരുപാട് പ്രവാചകൻ. അപ്പൊ അറബ് ദേശത്തു നിന്ന് വന്ന ഒരു നബി, ആ പരമ്പരയിൽ ഇസ്രായേൽ പരമ്പരയിൽ വരാത്തൊരു നബി ഉള്ളത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വന്നതാണ് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം. ജൂതന്മാർ അല്ലേലും ഓല ഭാഗത്താണ് ഇപ്പോ അവരുടെ നാട്ടിലും ദേശത്തും ആയിരുന്നെങ്കിൽ ചരിത്രത്തിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ ഒരു പക്ഷേ കുറെയൊക്കെ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടാവുമായിരുന്നു. അവരുടെ എന്നാലും സാധ്യതയില്ല. അവർക്ക് അവരുടെ ആശയങ്ങൾ മാത്രമല്ല, അവർ ഹത്ത തത്തബിയ മില്ലത്തഹും എന്ന് പറഞ്ഞ അവരുടെ മില്ലത്ത് അവർക്ക് തോന്നിയ പോലെ അവരുടെ ഇച്ഛകളും കൊത്ത് നീ നിന്നു കൊടുത്താലല്ലാതെ അവരാരും നിന്നെ അംഗീകരിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്. ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ. അള്ളാന്റെ ഹുദയാണ് യഥാർത്ഥ ഹുദ. അതല്ലാത്ത ഹുദ സന്മാർഗമൊന്നും നിങ്ങൾ കൊണ്ടുവരണ്ട എന്ന് അവരോട് കട്ടണ്ടേക്ക് പറഞ്ഞോളൂ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്. വലനി ഇത്തബഅത അഹ്വാഅഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽമി മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. ആ യഥാർത്ഥമായ അറിവ് കിട്ടിയ ശേഷവും അവരതിനെ പിൻപറ്റാതിരിക്കുക എന്നാണ് അവരെ സംബന്ധിച്ചിടത്തോളം, ജൂതന്മാരും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായ അറിവ് കിട്ടാത്തതിന്റെ പ്രശ്നമല്ല, അവർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവര് തങ്ങളുടെ ഇച്ഛകളും തങ്ങളുടെ തോന്നലുകളുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. അവരതിലിങ്ങനെ ആ തെറ്റുകളിലേക്ക് അവരിങ്ങനെ വീണ്ടും വീണ്ടും വീണു പോവുകയാണ് എന്നാണ്. അപ്പൊ അതിന്ന് ഒരു സഹായി മിനല്ലാഹി മിൻ വലിയും വലാ നസീർ, ഒരു സഹായിയോ വലിയനോ നിനക്ക് കണ്ടെത്തുക സാധ്യമല്ല എന്ന് പറയാം. അല്ലദീന ആതൈനാഹുൽ കിതാബ യത്ലൂന ഹഖ തിലാവതി യത്ലൂനഹു ഹഖ തിലാവതി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഖുർആൻ പഠിതാക്കൾ, ഖുർആൻ പഠിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അല്ലദീന ആതൈനാഹുൽ കിതാബ്,
എന്നാൽ ഈ വേദം കിട്ടിയ ആള്, ഇത് നമ്മളും കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് പറയണം, അള്ളാഹു പറയണം, നമ്മളെ പറ്റിയും കൂടിയാ പറയണേ. യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി, ഏറ്റവും തിലാവത്താവണം. തിലാവത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തിലാവത്ത് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല. തിലാവത്താണ് എന്ന് പറയും ചിലര്. തജ്വീദോടെ, തജ്വീദ് നിയമപ്രകാരം തജ്വീദോടെയുള്ള തിലാവത്ത്, അതാണല്ലോ നമുക്ക് വേണ്ടത്. നിങ്ങൾ ഹാഫിൾ ആയിട്ടില്ലെങ്കിലും, ഹാഫിൾ ആവണ്ട എന്നല്ല പറഞ്ഞത്, അണ്ടർലൈൻ ചെയ്ത് പറയാണ്, നിങ്ങൾ ഹാഫിൾ ആയിട്ടില്ലെങ്കിലും, ഹാഫിളായാലും ഒരു ഭാഗത്തുനിന്ന് തുടങ്ങി ഒരു ഭാഗത്തുനിന്ന് മതി, അത് മറന്നു പോകും മലയാളികൾ പ്രത്യേകിച്ച്. പക്ഷെ നിങ്ങൾ ഹാഫിളായിട്ടില്ലെങ്കിലും യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി, അപ്പൊ തജ്വീദോടെയുള്ള തിലാവത്ത് പരിശീലിക്കണം. അപ്പൊ തജ്വീദോടെയുള്ള തിലാവത്ത് എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെട്ട്, മഖറജ് പെട്ട്, മദ്ദും പിന്നെ അതുപോലെ ഉന്നത്തും അതുപോലെ തന്നെ എല്ലാ തജ്വീദിന്റെ ഹുക്കുമുകളും പാലിച്ചുകൊണ്ടുള്ള ഖിറാഅത്താണ് വേണ്ടത്. അങ്ങനെ തിലാവത്ത് നടത്തുക, അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഉലൈക യുഅ്മിൻ, അതിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുക. ആത്മാർത്ഥമായി വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുകയും അത് വേണ്ട പോലെ ഹക്കായ രീതിയിൽ പാരായണം ചെയ്യുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരല്ലാതെ ബാക്കി എല്ലാവരും വമൻ യക്ഫുറു ബിഹി, അത് നിഷേധിക്കുകയും ഫൗലായിക, അവർ ഭയങ്കര നഷ്ടത്തിൽ. ഇത് നിഷേധിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇത് മര്യാദക്ക് പാരായണം ചെയ്യാതെ അതുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ അലക്ഷ്യമായി ജീവിക്കുന്ന ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ തന്നെ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നഷ്ടത്തിലാണ് എന്നാണ്, ഒരു വലിയ നഷ്ടത്തിലാണ് എന്ന് തന്നെയാണ് പറയുന്നത്. എന്നിട്ട് പറയാണ് യാ ബനി ഇസ്രായേൽ, ഇസ്രായേലരാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഓലോടെ പറയുന്നത്. യാ ബനി, പിന്നാർ ഇസ്രായേൽ മക്കളെ, അങ്ങനെ തന്നെ പറയും. യാ ബനി ഇസ്രായേൽ, എന്തോ ഒരു സ്നേഹത്തോടെ അവരെ പിന്നെയും പിന്നെ വിളിക്കുന്നത്. പുതുക്കുറു, നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, നിഅമതി അല്ലതി, ഇത് എത്ര വട്ടം പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ 19ാമത്തെ പേജ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സൂറത്തുൽ ബഖറയിൽ 18 പേജിൽ എത്ര തവണ യാ ബനി ഇസ്രായേൽ വിളിച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെയും വിളിക്കുക, യാ ബനി ഇസ്രായീല ഉദ്കുറൂ നിഅമതി അല്ലതി, നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അൻഅംതു അലൈക്കും വ അന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ, നിങ്ങൾക്ക് വലിയ ശ്രേഷ്ഠമായ പദവികള്, വലിയ നിഅമത്തുകളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടില്ലേ, അത് നിങ്ങൾ ഓർത്തു നോക്കും മനുഷ്യന്മാരെ, അവരോട് പിന്നെയും പറയാണ്. എന്നിട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ് കേട്ടോ. ഇത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഇതാണ് കേട്ടോ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു ആയത്തുള്ള ഇതാണ്. ഇത് കാര്യമായിട്ട് ചർച്ച ചെയ്യണം. വത്തഖൂ, നിങ്ങൾ പേടിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ ഭയപ്പെടണം, നിങ്ങൾ വഴിപ്പെടണം, നിങ്ങൾ ഖുശൂവോടെ നിൽക്കണം. വത്തഖൂ യൗമൻ, ഒരു ഡേ, എ ഡേ, ഒരു ദിവസം, ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, ഒരാളെയും ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഒരാളുടെ സപ്പോർട്ടും ഇല്ലാതെ നിസ്സഹായരായി ലോകത്തെ മുഴുവൻ മനുഷ്യർ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, ആ ഒരു ഡേ. വലാ യുഖ്ബലു മിൻഹാ അദ്ലുൻ വലാ തൻഫഉഹാ ശഫാഅത്തുൻ വലാ ഹും യുൻസറൂൻ, എന്ത് കൈക്കൂലി എടുത്തിട്ടും കാര്യമില്ല, എന്ത് പാരിതോഷികം കൊടുത്തിട്ടും കാര്യമില്ല, എത്ര വലിയ റെക്കമെൻഡേഷൻ ഉണ്ടായിട്ടും കാര്യമില്ല. ഷഫാഅത്ത് എന്ന് പറഞ്ഞ റെക്കമെൻഡേഷൻ, എത്ര വലിയ റെക്കമെൻഡ് ചെയ്തിട്ടും കാര്യമില്ല. വലാഹും യുൻസറൂൻ, അവിടെ ആർക്കും, അവര് നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുക, അവിടെ ഒരു സഹായം ഉണ്ടാവില്ല. ഏത് ഡേ? എ ഡേ, ആ ദിവസത്തെ പറ്റി ഇത് നമുക്ക് ചർച്ച ചെയ്യണം. ചിലരൊക്കെ പറയാം അവിടെ അത് ഷിഫാഅത്ത് ഉണ്ട്, ഇവിടെ ഷിഫാഅത്ത് ഉണ്ട്, അങ്ങനെ ആക്കി, ഇങ്ങനെ ഇന്ന ആളുകൾ ഷിഫാഅത്ത്, അങ്ങനെ ഒരു ഷിഫാഅത്തും ഇല്ലാന്ന് ഖുർആൻ പറഞ്ഞ പിന്നെ അതിന്റെ മേലേക്ക് ഹദീസ് കൊണ്ടുവരിക എന്നുള്ളത് തന്നെ ശരിയല്ല, അല്ലെ? അപ്പം ഒരു ഷഫാഅത്തും ഉണ്ടാവില്ല, ഒരാളും അവിടെ പറഞ്ഞിട്ട് കാര്യമല്ല, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പറയാൻ പാടുണ്ടോ? ചിലരൊക്കെ വഅലിലൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കാം, ഷഫാഅത്ത് ഉണ്ട്, അവരെ ഷഫാഅത്ത് ഉണ്ട്, ഇവിടെ ഒരു ഷഫാഅത്തും ഇല്ല, ഒരു ഷഫാഅത്തും ഇല്ല എന്നുള്ളതിന്റെ ആയത്ത് തന്നെയാണ് ഇത്. ഒരുപാട് ആയത്തുണ്ട് ഖുർആനിൽ, പല ഭാഗങ്ങളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ആ ദിവസം ഒരു ഷഫാഅത്തും ഉണ്ടാവില്ല, നമ്മുടെ കർമ്മങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫാത്തിമത്ത് ബിദ്അത്തും മിന്നി, ഫാത്തിമ എന്റെ ശരീരത്തിന്റെ കഷ്ണാന്നാണ്. നബിയുടെ മോളാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഫാത്തിമത്ത് ബിളഅത്തും മിന്നി, ഫാത്തിമ എന്റെ ശരീരത്തിന്റെ കഷ്ണമാണ്. ആ ഫാത്തിമാനോട് പറഞ്ഞ 2 ഡയലോഗുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 ഡയലോഗുകൾ ഉണ്ട്. നമ്പർ 1, ഫാത്തിമ, കക്കുന്നത് നീയാണ്, നിന്റെ കയ്യ് ഞാൻ മുറിക്കും ഫാത്തിമ. അതായത് അനീതിക്കെതിരെ അതിശക്തമായ നിലപാട് കൊണ്ട്, ഇന്നിപ്പോ കൈക്കൂലിയുടെ ലോകത്ത് എല്ലാ കള്ളക്കടത്തുകളും എല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമങ്ങൾ നമ്മൾ അറിയുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ള എല്ലാ കള്ളത്തരങ്ങളും പുറത്തു വരുമ്പോ അനീതി ചെയ്യുന്ന, തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കക്കുന്നവന്റെ കൈ വെട്ടണം, അല്ലെ? അപ്പൊ കക്കുന്നവർ എന്റെ ഫാത്തിമയാണെങ്കിൽ ഫാത്തിമാന്റെ കൈ ഞാൻ വെട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനീതി ആര് ചെയ്താലും അതിനെതിരെ എതിർക്കപ്പെടേണ്ടതാണ്, അത് കുടുംബക്കാരായാലും ബന്ധുക്കളായാലും മക്കളായാലും ശരി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം. അതേ ഫാത്തിമാനോട് പറഞ്ഞു, ഫാത്തിമ, നിന്റെ കാര്യം നീ നോക്കിക്കോളണം കേട്ടോ, നിന്റെ കാര്യം പരലോകത്ത് നീ നോക്കിക്കോളണം, നിന്റെ ഖബറിൽ നീ, നിന്റെ പരലോകത്ത്
എന്റെ ഉപ്പാക്ക് എന്റെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ദിവസമാണ് എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി വേറൊരു വിഷയത്തിൽ, ഇനി അടുത്ത സ്റ്റോറിയിലേക്ക്, കഥകൾ ഓരോന്ന് പറഞ്ഞു. മൂസാ നബിയെ പറ്റി പറഞ്ഞു. ഇനി പുതിയൊരു കഥയിലേക്ക് ഖുർആൻ എൻ്റർ ചെയ്യാണ്. وَإِذِ ابْتَلَى إِبْرَاهِيمَ رَبُّهُ بِكَلِمَاتٍ فَأَتَمَّهُنَّ. അള്ളാഹു പരീക്ഷിക്കാൻ തുടങ്ങി ആരെ? ഇബ്രാഹീമിനെ. ഇബ്രാഹിം റബ്ബുഹു, അവന്റെ റബ്ബ് അല്ലെ, കലിമാറ്റിൻ ഫഅതമ്മഹുന്ന, ചില വാക്കുകൾ ചില കമാൻഡ്സ്, ചില ഓർഡറുകൾ കൊടുത്തിട്ട് ഇബ്രാഹിം നബിനെ ഇട്ടിട്ട് വട്ടം കറക്കി. അങ്ങനെ തന്നെ അള്ളാഹ് പറഞ്ഞു. ചില പരീക്ഷണങ്ങൾ നടത്തി. പക്ഷെ ഇബ്രാഹിം നബി വിട്ടുകൊടുത്തില്ല. ഫഅതമ്മഹുന്ന, എല്ലാം ചെയ്തു. 100ൽ 100 മാർക്ക് വാങ്ങി. എന്തൊക്കെ പരീക്ഷണങ്ങൾ! അതൊരു വലിയ ചരിത്രമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം പഠിക്കുമ്പോൾ എന്തുമാത്രം ത്യാഗനിർഭരമായ ജീവിതമാണ് അല്ലെ. എന്തൊക്കെ തീയിലിട്ടത്, മോനെ അറക്കാൻ പറഞ്ഞത്, മക്കയിൽ ഉപേക്ഷിച്ച് പോകാൻ പറഞ്ഞത്, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി. സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ്ടി വന്ന്, സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക. ആലോചിച്ച് നോക്കൂ. അതും വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല, ചെറുപ്പക്കാരൻ വീട്ടില് ല്ലെ, ഉപ്പയായിട്ട് ഉപ്പ ഇറക്കി വിടുകയാണ്, നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുകയാണ്. എന്തുമാത്രം പ്രയാസങ്ങളുടെ മേലെ പ്രയാസം സഹിച്ചു ഇബ്രാഹിം അലൈഹിസ്സലാം. ഖാല ഇന്നി ജഅലുക ലിന്നാസി ഇമാമ. അള്ളാഹു പറയാണ് ഇബ്രാഹിം നബിയോട് പറയാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു സംസാരിക്കാണ് ഇബ്രാഹിം നബിനോട്. ഇബ്രാഹിം നബിയോട് അള്ളാഹു പറയാ, വർത്താനം പറയും. ഈ പ്രപഞ്ചനാഥൻ ഇബ്രാഹിം അലൈഹി സ്വലാമിനോടുള്ള എല്ലാ പരീക്ഷണങ്ങളും നടത്തിയിട്ട് ആ പരീക്ഷണങ്ങളിലൊക്കെ ജയിച്ച് 100 മാർക്ക്, 100% വിന്നറായിരിക്കുന്ന ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് അള്ളാഹു സംസാരിക്കുകയാണ്. യാ ഇബ്രാഹിം, നീ ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ഈ ലോകത്ത് മുഴുവൻ ജനങ്ങൾക്കും തന്നെ ദ ഗ്രേറ്റ് ലീഡർ ആയിട്ട്, ഒരു ഇമാമായിട്ട് ഞാൻ നിന്നെ മാറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി വിനയത്തോടെ പറഞ്ഞ കാര്യം എന്താ അറിയോ? മിൻ ദുരിയത്തി, എന്റെ മക്കളെ അങ്ങനെ ആക്കണം, എന്റെ മക്കളെ അങ്ങനെ ആക്കണം. മക്കളെ എന്ന് പറഞ്ഞാല് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ജീവിക്കാൻ പോകുന്ന എല്ലാവരെയും, എന്തൊരു സ്നേഹമാണ് ജനങ്ങളോട്, എന്റെ മക്കളോട്, എന്റെ പിൻഗാമികളോട് അങ്ങനെ ആക്കണേന്ന്. അള്ളാഹു പറഞ്ഞു, യനാലു അഹദില്ലാഹി, അക്രമികൾക്ക് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തു കൊടുക്കൂല. അക്രമികൾ അങ്ങനെ ഒരു ഇമാമാക്കുന്ന ഒരു പരിപാടി അള്ളാഹ്ക്കില്ല. ലാലിമില്ലേ അക്രമികൾ, അതാ പറഞ്ഞത്. ഇത് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംനൻ വത്തഖദ. ഇബ്രാഹിം നബിയുടെ ആ വീട്, അതായത് കഅബ ഷെരീഫ് ന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ആ വീട്, കഅബയും ആ നാടും, സൗദി അറേബ്യ അല്ലെ, അങ്ങനെ പറയാ, മക്ക അല്ലെ, നിർഭയമുള്ള ഒരു നാട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് ഏറ്റവും സേഫസ്റ്റ് കൺട്രി ഏതാണ്? ഏറ്റവും അക്രമങ്ങൾ നടക്കാത്ത, വയലേഷൻസ് ഇല്ലാത്ത ഏറ്റവും സേഫായ രാജ്യങ്ങൾ ഒന്നല്ലേ സൗദി അറേബ്യ? അവിടെ ലോകത്ത് ഏറ്റവും കുറഞ്ഞ സൂയിസൈഡ് നിരക്കുള്ളത് ഏതാണ്? ലോകത്ത് ഏറ്റവും കുറവ് ആത്മഹത്യ ചെയ്യുന്ന നാട് ഏതാണ്? സൗദി അറേബ്യയാണ്. ലോകത്തിൽ നമ്പർ 1 ആണ്. ആത്മഹത്യ ഇല്ല അവിടെ, സൂയിസൈഡ് ഇല്ല, കുറ്റകൃത്യങ്ങൾ, ക്രിമിനൽ കേസുകൾ ഒക്കെ കുറവാണ്. എന്തേ കാരണം? അത് അങ്ങനെ നിർഭയമുള്ള ഒരു നാട്. ഒരു യൂട്യൂബിൽ ഒരു ഇത് പണ്ട് കണ്ടത് ഓർക്കുകയാണ്. ഒരാള് ലോകത്തിന്റെ എല്ലാ രാജ്യത്തെയും മെയിൻ ടൗണുകളിൽ പോയിട്ട് തന്റെ പേഴ്സ് എടുത്തിട്ട് പൈസ അതിൽ വെച്ചുകൊണ്ട് പേഴ്സ് നിലത്തേക്ക് ഇടും. അറിയാത്ത പോലെ അയാൾ നടന്നു പോകും. കുറെ മുന്നോട്ട് പോകുമ്പോ വീഡിയോ ചെയ്യുന്നുണ്ടാവും. അടുത്തുള്ള ആള്, ഇത് കാണുന്ന ആളുകൾ പോയിട്ട്, ആ നാട്ടുകാർ വേഗം പോയിട്ട് ആ പേഴ്സ് എടുത്ത് പോക്കറ്റിൽ ഇടുന്ന ദൃശ്യങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ട് ഇതേ എക്സ്പെരിമെന്റ് അദ്ദേഹം സൗദിയില് ടൗണിൽ പോയിട്ട്, മക്കയിൽ പോയിട്ട് ചെയ്തു. മക്കയിൽ എന്താ സംഭവിച്ചെന്ന് അറിയാം? ഒരാൾ പോലും ആ പൈസ എടുത്തിട്ടില്ല, എല്ലാവരും തിരിച്ചു കൊടുത്തു. അത് അവിടുത്തെ ഭരണകൂടത്തിന്റെ ശിക്ഷയുടെ പേടിയിൽ മാത്രമല്ല, പ്രപഞ്ചാധിപനായ അള്ളാഹുവോടുള്ള തഖ്വയുടെ ഭാഗമായിട്ടാണ് അവർ കൊടുത്തത് എന്നുള്ളതാണ്. പലരും ചോദിക്കുന്നുണ്ട്, ഡയറക്റ്റ് അദ്ദേഹം മൈക്കുമായിട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ പല രാജ്യത്തും യാത്ര ചെയ്തു, എന്നിട്ട് പല നാടുകളിലും ഈ പേഴ്സ് കൊണ്ടുപോയിട്ട് ഇട്ട് നോക്കി, എല്ലാവരും ഒന്ന് എടുത്തിട്ട് പോവാ ചെയ്യുന്നത്. നിങ്ങൾ ഇത് എടുക്കണില്ല, നിങ്ങൾ എന്താ ഈ രാജ്യത്തിന്റെ കേസ്, ഈ രാജ്യത്തിന്റെ പോലീസിനെയാണോ നിങ്ങൾ ഭയപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോ, പോലീസിനെ അല്ല, ഞങ്ങൾക്ക് അതിനേക്കാൾ ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ട് മേലെ, ഞങ്ങളുടെ ഗോഡ് ഓൾമൈറ്റി അല്ലാഹ് സുബ്ഹാനഹു വ തആല എന്ന ഒരു അറബികള് എല്ലാ നാട്ടിലെ മുഴുവൻ ജനങ്ങളും മറുപടി പറയാണ്. വഹദിന ഇല ഇബ്രാഹിം വ ഇസ്മായിൽ ത്വഹിറ ബൈത്തി ലിത്താഇഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. ല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മക്ക പട്ടണം, മക്ക എന്ന് പറയുമ്പോ തന്നെ ജനങ്ങളുടെ ജനസാഗരങ്ങളാ. അപ്പൊ ഇതൊക്കെ ആകിഫീന, റുക്കൂ ചെയ്യാനും അവിടെ സുജൂദ് ചെയ്യാനും അവിടെ തവാഫ് ചെയ്യാനും അവിടെ പ്രാർത്ഥിക്കാനും അവിടെ പ്രകീർത്തിക്കാനുമുള്ള ആളുകൾ അവിടെ നിറച്ചു. നിർഭയമായ ഒരു മണ്ണാക്കി മക്കയെ മാറ്റി. ഇത് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന ഫലിച്ചതാണ് അല്ലെ. കാലങ്ങളായി, എത്ര കാലമായി അവിടെ ബലദൻ ആമിന, നിർഭയമായ ഒരു പട്ടണമാക്കി മാറ്റി. മാത്രമല്ല വർസുഖ് അഹ്ലഹു,
ആ അഹലുകൾക്ക്, അതിന്റെ ആളുകൾക്ക് നീ എന്ത് ചെയ്യണം? റിസ്ക് കൊടുക്കണം. ഈ പ്രാർത്ഥന ഇന്ന് നോക്കൂ, ഗൾഫില് പെട്രോൾ ഉണ്ടായി ല്ലേ? പെട്രോൾ അതല്ലേ ഗൾഫിന്റെ ഒരു സാമ്പത്തിക സ്രോതസ്സ്? പിന്നെ അവിടെയുള്ള കായ്കനികൾ, അവിടെയുള്ള ഫ്രൂട്ട്സ്, ഇതെല്ലാം അള്ള കൊടുക്കുന്ന റിസ്ക്കാണ്. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലാണ് അത് കിട്ടുന്നത്. ഇന്നും ലോകത്ത് തല ഉയർത്തി നിൽക്കാൻ ഗൾഫ് GCC കൺട്രീസിന് സാധിച്ചതിന്റെ പിന്നിൽ കലീമുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയാണ്, ദുആയാണ്. നമ്മളിപ്പോ ഈ സൂമിൽ ഇങ്ങനെ നിൽക്കുമ്പോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ ഉപ്പാന്റെ സാമ്പത്തിക സ്രോതസ്സിന്റെ പിന്നിൽ ഗൾഫിന്റെ ഒരു ആധിപത്യമുണ്ട്. ഇവിടെ പലരും ഇപ്പൊ നിൽക്കുന്നത് ഗൾഫിലാണ്. ഗൾഫിൽ നിന്നാണ് ഈ സൂം അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങൾ ചോദിച്ചു നോക്കൂ, നിങ്ങൾ ആ ബിൽഡിംഗ് അവിടെ ഉണ്ടായതിന്റെ പിന്നിൽ, നിങ്ങളുടെ ഉപ്പാന്റെ ജോലിക്ക് പിന്നിൽ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഈ ദുആയാണ്. ആ മണ്ണിനെ ഇങ്ങനെ കാണുന്ന രീതിയിൽ വെറും മരുപ്പറമ്പാണ്. മരുപ്പറമ്പായ മരുഭൂമിയില് ഒന്നുമില്ലാത്ത, പച്ച പോലും ഇല്ലാത്ത, ഒരു വെള്ളം പോലും ഇല്ലാത്ത മരുഭൂമിയില് ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കാൽപാദത്തിന്റെ ആ കാലിട്ടടിച്ചതിൽ നിന്ന് സംസം പൊട്ടി ആ ഉറവയാണ് ഇന്ന് വ്യാപിച്ച് ഇന്നത്തെ ഖത്തറും സൗദിയും ഷാർജയും ബഹ്റൈനും ഈ GCC കൺട്രീസ് മുഴുവനായിട്ട് മാറുന്നത് അതാണ്. അപ്പൊ അത് ആ ഒരു റിസ്ക് അള്ളാഹു കൊടുത്തിരിക്കുകയാണ്. ഇപ്പോഴും അത് അമിന സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവേ അള്ള പ്രാർത്ഥിക്കാണ്, നിന്നിലും നിന്റെ പരലോകത്തിലും ഒക്കെ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് നീ സമറാത്ത് കൊടുക്കണേ, ഭക്ഷണം കൊടുക്കണേ, റിസ്ക് കൊടുക്കണേ, പൈസ കൊടുക്കണേ, സമ്പത്ത് കൊടുക്കണേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിച്ചപ്പോ ഖാല, അള്ളാഹു പറയാണ്, വമൻ കഫറ, കാഫിരിങ്ങൾക്കും കൊടുക്കും. ആ ഗൾഫിലുള്ള ഷിർക്ക് ചെയ്യുന്ന കാഫിറായ ഒരാളുണ്ടോ എന്ന് വിചാരിച്ചോളൂ. ഒരു നേരം നിസ്കരിക്കാത്ത, മദ്യപിക്കുന്ന, ചൂതാട്ടക്കാരനായ, വൃത്തികെട്ടവനായ ഒരു മനുഷ്യനുണ്ടെന്ന് വിചാരിച്ചു, അയാൾക്കും കൊടുക്കും. വമൻ കഫറ ഫഉമത്തിഹു ഖലീലൻ സുമ്മ അൽതറുഹു ഇലാ അദാബിന്നാർ. കുറച്ചു കാലത്തേക്ക് അവർക്കുള്ളല്ലോ ഈ ഒരു ജീവിത സൗകര്യങ്ങളൊക്കെ, അവർ ആസ്വദിക്കട്ടെ. അവർക്ക് പോകാനുള്ള സ്ഥലം അദാബിന്നാർ ആണ്, നരകത്തിന്റെ തീയാണ്. വബിഇസൽ മസീർ, അത് വളരെ ദുഷിച്ച ഒരു സ്ഥലമാണ്. അങ്ങോട്ട് പോയാൽ പിന്നെ അവർക്ക് ഖാലിദീന ഫീഹ, അവർ കാഫിരിങ്ങൾക്ക് ഖാലിദീന ഫീഹ എന്നാണ്, നിത്യവാസം അവിടെയാണ്, നരകത്തിന്റെ ശിക്ഷയാണ് അവർക്കുള്ളത് എന്ന് പറഞ്ഞ് ഈ പേജ് അവസാനിക്കുകയാണ്. അള്ളാഹുവേ, യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി ഞങ്ങൾ എല്ലാവരെയും മുഅ്മിനായും ഏറ്റവും നല്ല മനുഷ്യരായി ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള സൗഭാഗ്യം തരണേ. ഇബ്രാഹിം അലൈഹി സ്വലാമിനെ സ്നേഹിക്കാൻ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഇബ്രാഹിം അലൈഹി സ്വലാമിനെ സ്നേഹിക്കാൻ, അതുപോലെ ജീവിതത്തിൽ ത്യാഗം ചെയ്യാൻ, ഇബ്രാഹിം അലൈഹി സ്വലാം ഇസ്മായിൽ അലൈഹി സ്വലാമിനെ ത്യാഗം ചെയ്ത പോലെ അങ്ങനെ വലിയൊരു ബലി ലോകത്ത് സമാനതകളിൽ അതിന് പാരലായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ബലിയും, ആ ഒരു ബലിയേക്കാൾ, ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ബലിയേക്കാൾ പാരലായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ബലിയും ലോകത്ത് എവിടെ നടന്നിട്ടില്ല. അത്രമേൽ പരിശുദ്ധമായ ആ ഒരു വിശുദ്ധ ജീവിതത്തിന്റെ ആ വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാനുള്ള തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم ربنا أجرنا من النار. اللهم ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به. واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم رب ارحمهما كما ربيانا صغيرا. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا